പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ പേര് റെജി മാത്യു. എൻ്റെ സ്ഥലം കോട്ടയം. ഞാൻ ഈ ബൈബിൾ റീഡിങ്ങിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആദ്യത്തെ ദിവസം എനിക്ക് വൈകിട്ട് 9:30 മുതൽ 10 മണി വരെയുള്ള സമയമാണ് തന്നിരുന്നത്. പക്ഷേ ആദ്യത്തെ ദിവസം ഞാൻ ബൈബിൾ വായനയ്ക്കെല്ലാം റെഡിയായി. പക്ഷെ അന്നേ ദിവസം ഭയങ്കര കാറ്റും മഴയും വന്ന് കോട്ടയത്ത്, ഞാനൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളി മരിച്ചു പോയതാണ്. എനിക്ക് 2 ആൺമക്കളാണ്. അവരൊന്നും എൻ്റെ കൂടെ ഇല്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് താമസം. ഞാൻ ഈ ബൈബിൾ വായിക്കാനായിട്ട് ഒരു 8 മണിയായപ്പോഴേ എല്ലാം റെഡിയായിരുന്നപ്പോഴാണ് ഇവിടെ കറണ്ട് പോയി. കറണ്ടില്ല. എൻ്റെ എമർജൻസി ലാമ്പ് നോക്കിയപ്പോൾ അതിനകത്ത് ചാർജില്ല. പിന്നെ മെഴുകുതിരി വെട്ടത്തിരുന്ന് വായിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര തടസ്സമായിരുന്നു ബൈബിൾ വായനയ്ക്ക്. ഉടനെ ഞാനിതിൻ്റെ അഡ്മിനായ ആ സഹോദരിയോട് വോയിസ് മെസ്സേജ് വിട്ട് പറഞ്ഞു, ഇങ്ങനെയുള്ള അസൗകര്യം ഉണ്ടെന്ന്. അപ്പം ഈ സഹോദരി പറഞ്ഞു, അത് സാരമില്ല, ആ സമയത്ത് അവിടെ ഇരുന്ന് ഇതിൻ്റെ കൂടെ അങ്ങ് ബൈബിൾ വായിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആ സഹോദരിയുടെ വാക്ക് കേട്ടു ഞാൻ അവിടെ ഇരുന്ന് തന്നെ ബൈബിൾ മെഴുകുതിരിയുടെ വെട്ടത്തിൽ വായിക്കുമ്പോൾ ഞാനിതുവരെയും ഇങ്ങനെ ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വായിച്ചിട്ടില്ല. നമ്മളെല്ലാ ദിവസവും ബൈബിൾ വായിക്കും. ഒരു 30 വർഷമായിട്ട് എല്ലാ ദിവസവും ബൈബിൾ വായിക്കും. പക്ഷേ എവിടുന്നെങ്കിലും ഒരു അധ്യായം എടുക്കും വായിക്കും. അല്ലാതെ ഇത് വായിച്ചപ്പോൾ ഇതിനകത്ത് ദാവീദ് രാജാവായ കാര്യങ്ങളെ, ബാലനായ ദാവീദ്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് നമുക്കിങ്ങനെ ഒരു ഫിലിം ഷോ പോലെ കാണിച്ചു തരിക. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവമേ, ഈ ബൈബിൾ നമ്മൾ ഏകാഗ്രതയോടെ വായിച്ചാൽ അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുമല്ലോ. ഞാൻ പിന്നെ ഇതിന് ശേഷം എല്ലാ ദിവസവും 1 മണിക്കൂർ ഇവിടെ അടുത്ത് പരിത്രാണ എന്ന് പറയുന്നൊരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടുത്തെ ദിവികാരൻ്റെ ചാപ്പലിൽ പോയിരിക്കും. ഇങ്ങനെ ഇരുന്നപ്പോഴും എനിക്ക് 6 മാസമായിട്ട് എൻ്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ചെയ്യുന്നത്. മുഴുവൻ ബ്ലോക്കായിരുന്നു. ബ്ലോക്കെന്ന് പറഞ്ഞാൽ ഒരു 12ഓളം കച്ചവടങ്ങൾ മുഴുവൻ ആധാരത്തിൻ്റെ സമയത്ത് സ്ലിപ്പായിപ്പോയി. അങ്ങനെ വന്ന് ഞാൻ 6 മാസമായിട്ട് സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കത്തിലായിരുന്നു. എനിക്കിതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടോ ബാധ്യതകളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ നല്ല സാമ്പത്തിക ടൈറ്റ് വന്നു. ഞാൻ ദൈവസന്നിധിയിലേക്ക് ഈ വിഷയം സമർപ്പിച്ചു. എൻ്റെ സാമ്പത്തിക ബാധ്യത, എൻ്റെ നിയോഗം അതായിരുന്നു. പക്ഷേ ഇന്ന് 5 മണിക്ക് എനിക്ക് നല്ലൊരു ബിസിനസ് നടന്നു. എൻ്റെ മുഴുവൻ ബാധ്യതയും ഈ ഒരൊറ്റ ബിസിനസ്സിലൂടെ എനിക്ക് എന്തെല്ലാം ആ ബാധ്യത എല്ലാം തീരാനും ബാക്കി കുറച്ച് പൈസ എൻ്റെ കയ്യിൽ കിട്ടുവാനും ദൈവം അനുവദിച്ചു. ഈ ഒരൊറ്റ ബൈബിൾ റീഡിങ്ങിൽ ഞാൻ വായിക്കാൻ കൂടിയില്ല. പക്ഷേ അതിനോട് ചേർന്ന് നിന്ന് ഞാനും ബൈബിള് ഒരു ടേബിളെ വെച്ച്, ആ ടേബിളെ തന്നെ ഇത്രയും ദിവസങ്ങളിലും അവിടെ തന്നെ ഇരുന്നു. ഞാൻ അങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ഈ ബൈബിൾ എടുക്കും, അത് കുറച്ച് നേരം വായിക്കും. പിന്നെ വൈകിട്ട് ഈ 9:30 മുതൽ 10 മണി വരെയുള്ള സമയത്തിരുന്ന് ഞാനും ആ കൂടെ അങ്ങ് വായിക്കും ഇവിടെ ഇരുന്നു. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്ന് എനിക്കൊരു ഉൾക്കാഴ്ച ലഭിച്ചു. വചനം നമ്മൾ ഭക്ഷിച്ചാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിനും നമ്മളുടെ കുടുംബത്തിനും നമ്മളുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും തലമുറയോളം നമ്മളുടെ ഈ ബൈബിൾ ഈ വചനം ഇരുതല വാളിനെ കഴിഞ്ഞ് മൂർച്ചയുള്ളതാണെന്നും അത് നമ്മളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന് ഈ വചനമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നുമില്ല എന്നുള്ളൊരു വലിയ ബോധ്യം എനിക്ക് ലഭിച്ചു. ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയതിൻ്റെ അഡ്മിനും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന വൈദികർക്കും ഇതിൽ മെമ്പേഴ്സായ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.